ആലയമാവാസി. നീലിയുടെ ആത്മാവിന്റെ ശക്തി ആവാഹിച്ച് പ്രപഞ്ചത്തെ തന്റെ വരുതിയിലാക്കുവാനുള്ള വേഴിലത്ത് ബ്രഹ്മദത്തിന്റെ അവസാന ശ്രമം. പക്ഷെ ചുവടൊന്നു പിഴച്ചാൽ നരകവേദനയേക്കാൾ ക്രൂരമായിരിക്കും നീലി നൽകുന്ന ശിക്ഷാവിധി. നീലിയെ തളയ്ക്കണമെങ്കിൽ മറ്റൊന്നുകൂടി ആവശ്യമാണ്. മനുഷ്യന്റെ ഉന്മാദത്തിന്റെ അത്ഭുത ശക്തി ആവാഹിച്ച ഉഗ്രവീര്യമുള്ള സോമരസം. എന്നാൽ വീഴിലെത്തുകാരുടെ ഈ പതിവറിയുന്ന നീലി തന്റെ കാവലാളായ കൂമനെ കൊണ്ടത് കവർന്നെടുത്തിരുന്നു. അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കിയ ബ്രഹ്മദത്തൻ തന്റെ അടിമയായ ഒടിയൻ ചോണനെ കൂമന് പിന്നാലെ അയച്ചു. മലകളും കാടുകളും കടന്നിട്ടും കൂമനെ പിടികൂടാൻ കഴിയാതെ വന്നപ്പോ ഒടിയന്റെ ഒടിയസ്ത്രമായ മായക്കെട്ട് കൂമന് നേരെ പ്രയോഗിക്കേണ്ടി വന്നു. അങ്ങനെ 7-ാം കടലിനപ്പുറത്തെ കരയിൽ വെച്ച് സോമരസത്തിനും കൂമനും 300 വർഷം നീണ്ടു നിൽക്കുന്ന മായക്കെട്ട് വീണു. സോമരസത്തിന്റെ ഊർജം ചോർന്നു പോകാതെ കൂമനത്തിന് സ്വയം കാവലുമായി.